ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പുതിയ വീഡിയോ ഏവർക്കും സ്വാഗതം. 22 കിലോമീറ്റർ പോകേണ്ടത്. 22 കിലോമീറ്റർ നമ്മൾ യാത്ര തുടങ്ങിയുള്ളൂ. ഇപ്പൊ രാത്രിയാണ്. നമ്മളങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. തണുപ്പുണ്ട് കേട്ടോ. ഓണതാണ്, ഫുൾ മഴയൊക്കെയാണ്. ഗൂഗിൾ മാപ്പ് ദിയാണ് പറഞ്ഞത്. അതാണ് നമുക്ക് ഫോണൊക്കെ കണ്ടോട്ടെ. ഗൂഗിൾ മാപ്പ് ദിയാണ്. നമുക്ക് എങ്ങോട്ട് പോണേ? നേരത്തെ വല്ല വിധാനം ഇതാക്കിയോ അവരുടെ ഫ്രണ്ട് എത്തി വിളിച്ചു നല്ല റോഡ് കേട്ടോ. നമുക്ക് നമ്മൾ ഏതോ മുടുക്ക് വരി കാട് വരിയൊക്കെ നല്ല റോഡ് എത്തിയിട്ടുണ്ട്. പിന്നെ ഹർത്താലാണ്. കടകൾ തുറന്നു പറഞ്ഞോളൂ. എല്ലാം ഇവിടെ എല്ലാം ഈ റൂട്ടാണ്. കൊള്ളാം, നല്ല റോഡ്. നമ്മളിപ്പോ അത്യാവശ്യം സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കടയൊക്കെ തുറന്നു തുടങ്ങി അല്ലേ? നമുക്ക് രാത്രി എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം കേട്ടോ. നാടൻ ഫുഡാണൊക്കെ പോകണം. ഇവിടുത്തെ ഏരിയയിൽ നിന്ന് ഫുഡ് കഴിച്ച് നാടൻ ഫുഡ് കിട്ടും. വേണ്ട, ഇവിടെ തന്നെ റോഡ് മാറി. പഴയ റോഡാണ്. റോഡിലാണോ രണ്ട് സൈഡ് വീടുകളൊക്കെ ഉണ്ട്. നല്ല വളവ് അതാ ഓണടി കുഴപ്പമില്ല. നല്ല അതിന്റെ ഇടയിലൊരു ഹൈടെക് വീട് ഉണ്ട്. അങ്ങനെ നടക്കണം. പാവം കണ്ടു കിടച്ചത് വണ്ടൂടൊന്നും. ഓ പഴമ ട്രഡീഷണൽ. റൈറ്റിലോട്ടാണ് പോയേണ്ടത്. ഇവിടെ ജിമ്മൊക്കെ ഉണ്ട് കേട്ടാ. ഇവിടെ ഒരു പഴയ മോഡൽ സ്ഥലം പുതിയ മോഡലായിരിക്കും. കാട്ടുമൃത പ്രദേശ സ്ഥലം പോലെയൊക്കെ തോന്നുന്നു കേട്ടാ. പള്ളി അറിയാമോ? ഞാൻ വന്നിട്ടില്ലേ ഈ റൂട്ട്? എനിക്ക് ഒരു അജ്ഞാത സ്ഥലത്തൂടെ പോകുന്നത്. ഞാൻ ഈ സ്ഥലം എത്താൻ 6 കിലോമീറ്റർ ഉള്ളു. ഒരു ഭയങ്കര കാടും ആളും ഇല്ലാത്ത വഴി കൂടെ വന്നത്. ഇപ്പോഴാണ് കുറച്ച് വെട്ടമുള്ള സ്ഥലത്ത് വണ്ടിയൊക്കെ വന്നത്. നേരത്തെ വണ്ടി ഒന്നില്ല, വെറും കാട് റോഡായിരുന്നു. നമ്മൾ പേടിച്ചു പോയി. ഗൂഗിൾ മാപ്പ് കാണിച്ച വഴിയാണ് വന്നത്. അതുകൊണ്ട് പേടിയായി പോയി. നോക്കിയാണ് ഇപ്പം തന്നെ ഒരാവശ്യത്തിന് ഓടിപ്പോയി വിളിക്കാനൊന്നും റോഡിലൊന്നും ഒരാളില്ല. നമുക്ക് വെറും റോഡ് മാത്രം, സൈഡ് മൊത്തം കാട്. കാണിച്ചോട്ടെ ഞാൻ ഒരു അമ്പലത്തിൽ പോകണം. ഇവിടുന്ന് എങ്ങോട്ട് നോക്കിയാണ് ഒരു റോഡിലൊന്നും ഒരാളില്ല. അതുകൊണ്ടാണ് മൊത്തം പാറയൊക്കെയാണ്. ഒഴിഞ്ഞ റോഡിക്കൂടെ യാത്ര റോഡിലൊക്കെ ഒറ്റ ഒരാളില്ല കേട്ടാ. വീട്ടിലൊന്നും ആരെ വെളിയിലും കാണാനില്ല. അങ്ങനെ ഒരു ജംഗ്ഷൻ എത്തി. 3 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് കാണിക്കുന്നത്. നല്ല കീഴിലിട്ട് റോഡാണ്. പക്ഷെ ജംഗ്ഷൻ ആയാലും ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കയറുമ്പോൾ നേരെ ഇരുട്ടത്താണ് കയറുന്നത്. കാട്ടിനകത്ത് റബ്ബറും. ഇനി നമുക്ക് ഏകദേശം 3 കിലോമീറ്റർ പോകണം. 3 കിലോമീറ്റർ റോഡ് നോക്കിക്കോട്ടെ നിങ്ങൾ. ഭയങ്കര പേടിയാണ് കേട്ടോ. കൊച്ചിനെ ഭാഗ്യം കൊണ്ട് പോകുമ്പോൾ എനിക്കില്ല, അവർക്കാണ് പേടി. ഇവര് പറഞ്ഞ കേൾക്കുമ്പോൾ എനിക്കൊരു പേടിയേ. അവിടെ വലിയ മല, വലിയ മല. വീടൊക്കെ ഉണ്ട്. രണ്ട് സൈഡ് വീടുണ്ട്. ആളുകളൊക്കെ നടന്നുകൂട്ടി വീടൊക്കെ ഉള്ളു. അങ്ങനെ നമ്മൾ എത്തി. ഒരു ലോങ് ജേർണി. എൻ്റെ മുന്നേ വലിയ റോഡ് എത്തിയത്. അത്യാവശ്യം തിരക്കൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. വന്ന വഴി കുറച്ച് ഷോക്കാണെങ്കിൽ ഇപ്പോൾ ഏകദേശം റോഡ് സൈഡ് റോഡ് എത്തില്ല. 2 കിലോമീറ്റർ അങ്ങനെ എത്തി
പോയി. നമ്മൾ 2 കിലോമീറ്റർ ഇപ്പൊ എത്തി. നമുക്ക് ആ സ്ഥലത്ത് പാലം കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ വന്നത്. റോഡൊക്കെ അത്യാവശ്യം നല്ല റോഡൊക്കെ വിട്ട് വന്നില്ലേ. പള്ളി കാണിച്ചു കൊടുത്തേ. ഇവിടെ മൊത്തം പള്ളിയാണ്, മൊത്തം ക്രിസ്ത്യൻ ഏരിയ. പള്ളി കാണിച്ചു കൊടുത്തു. എയർപോർട്ടിൽ പോയി ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം സൂപ്പറായിട്ട് ഓടിച്ചിപ്പോ കേരളത്തിലെ എല്ലാ റോഡും അടിപൊളിയാണ് കേട്ടോ. തിരുവനന്തപുരത്ത് എല്ലാം ഏകദേശം മിക്കത് കണ്ട ഫോട്ടോ വെച്ചിട്ട് നമ്മൾ എത്താറായി. പക്ഷെ ലൈറ്റ് ഒന്നും കാണാനില്ല. ഐസ്ക്രീം കായത് ലൈറ്റ് ഉണ്ടല്ലോ അങ്ങറ്റം. ഗായ്സ് നോക്കിയേ, ആൾക്കാർ ഇവിടെയൊക്കെ നല്ല ആൾക്കാർ കേട്ടാ. നമ്മൾ വന്ന വഴി തെറ്റായി പോയി തോന്നുന്നു കേട്ടാ. ഓ ഒരു സിറ്റി ലൈഫ് തന്നെ കേട്ടോ. മറ്റേ മാനവീയം വീതി പോരാ, ഇവിടുത്തെ ഒരു സ്ട്രീറ്റ് പോരാ കേട്ടോ ഈ പാലം. എല്ലാവരും കൗതുക കാഴ്ച ഫാമിലി ആയിട്ടൊക്കെ നോക്കിയാണ് അടിപൊളി കേട്ടാ. ഐസ്ക്രീം കട വിട്ട് ഫാമിലിക്ക് ഇരിക്കുന്ന നോക്കി സൈറ്റ് എല്ലാവരും കാണിച്ചു കൊടുത്ത് ഐസ്ക്രീം. എല്ലാവരും ഇവിടെ ഐസ്ക്രീം കാണിച്ചൊരു സൈഡിൽ ഇരിക്കുന്നേക്കാ. അമ്മയും മോളും ഉമ്മ, ഫാമിലി, സിസ്റ്റർ, അവര് പയ്യന്മാര്, ഫാമിലി തന്നെ കൂടുതൽ കേട്ടോ. എല്ലാവരും വീഡിയോ ഒക്കെ അപ്പോൾ സൈഡ് മൊത്തം വെള്ളമാണല്ലേ താരെ നടുക്കാണ് കേട്ടോ. ഇവിടെ പയ്യന്മാർ പാട്ടൊക്കെ ഇട്ടിരിക്കുന്നു കേട്ടോ. നമുക്കിവിടെ സെൽഫി എടുക്കണം. ഇവിടെ കാറിലൊക്കെ ആൾക്കാരൊക്കെ ഒന്ന് ഇറങ്ങി കാറൊക്കെ ഒതുക്കാം കേട്ടോ. നമുക്ക് അങ്ങ് വരെ പോയിട്ട് ഇവിടെ എവിടെയെങ്കിലും വന്നിട്ട് വെള്ളമൊക്കെ കാണിച്ചു നിങ്ങൾക്ക്. നമ്മളൊരു സ്പോട്ടിൽ വന്നിരിക്കുന്നതാണ് അല്ലേ. പിള്ളേരെ ഐസ്ക്രീം കുടിക്കുക നല്ല രസം കേട്ടോ. കാണാൻ നല്ല കാഴ്ച തന്നെ കേട്ടോ. കാണാൻ തന്നെ കാഴ്ച. പാലം ഇത്ര ദൂരം റിസ്കറ്റ് വന്നാലും കൊള്ളാം അല്ലേ. അടുത്തിട് ഈ അടുത്ത് കാണാത്ത സ്ഥലം കാണിച്ചത് ആൾക്കാര്. നമ്മൾ കാലത്തിന് തടുക്ക് പോയിരുന്നിട്ടേ ഈ വെള്ളമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. മോള് ഇതാണ് ആ പാലം. നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ വെള്ളം എന്ന് പറഞ്ഞാൽ അതോ അങ്ങോട്ടൊക്കെ കാണുന്നത് മലയാണ്. മല ഇത് അങ്ങച്ചൻ തൊട്ട് എന്താ ഇതുവരെ വെള്ളമാണ്. കണ്ട കാണാമോ വെള്ളം. വെള്ളത്തിന് നടുക്കൊരു ഉഗ്രം പാല. പക്ഷെ ഇവിടെ എല്ലാം മലയാണ് കേട്ടാ. അല്ലേ ഗ്രീഷ്മ? ധീരെ ബോയ് ലൈറ്റ് ഉണ്ട് കേട്ടാ. ഇട്ട് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. എവിടെ നമുക്ക് മതി മതി. ആ കൊള്ളാം തന്നെ. നമുക്കണല്ലേ കൊള്ളാം. ഈ വെള്ളം ഇവിടെ നിൽക്കും. നല്ല തണുപ്പല്ലേ. ഇതോ ഈ നമുക്ക് ചെറുതായിട്ടൊക്കെ കാണുമോ മല അല്ലേ ഗ്രീഷ്മ? രാവിലെ ആയിരുന്നെങ്കിൽ ആ മല അടിപൊളിയായി കാണാൻ കേട്ടോ. ഇപ്പൊ ഇരുട്ടായി നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല കേട്ടാ. ചുറ്റും മലയും നല്ല തണുപ്പ് അല്ലേ. അങ്ങനെ നീ എവിടെ ഓടി കളിക്കാൻ ഫ്രണ്ട്സ് അവിടെ വേറെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. വാ നമുക്ക് അവിടെ അടുത്ത് പോയി ഫ്രണ്ട്സ് ആവാം. വേറെ പിള്ളേർ ചെറുക്കമുണ്ട്. ഇറങ്ങ് ചെറുക്ക ഞാൻ കാണട്ടടി. ഞാൻ ഇവിടെ തന്നെ മുൻപിലൊക്കെ ആവണം. ഇറങ്ങി കൈ ഓട്ടേ കണ്ട. അവൻ തീരെ നോക്കിയേ. തീരെ ബോയാണ് എല്ലാവരും നോക്കണം കേട്ടാ. തീരെ ബോയ്ക്ക് ഭയങ്കര റിയാക്ഷൻ അല്ലേ. നോക്കാം ചേട്ടാ. ഓ ലൈറ്റ് ആണഞ്ഞാടാ. ലൈറ്റ് ഇട്. ആ എന്നാടാ പിള്ളേർ ഫ്രണ്ട്സ് ആരെയും കൊണ്ടെങ്കിൽ ഇനി അവരുടെ കൂടെ കമ്പനിയാവും. ആയി ചാച്ചയെ കൊടുക്കണം കേട്ടോ. പാടി നടുക്കൊരു വരാം. കണ്ട വേണ്ട 2 പീസാവും. നട വാ വണ്ടി നോക്കി വാ. കുഞ്ഞുമാവേ എടുത്ത് പോണം. വേണ്ട പെണ്ണ് വേണ്ട. എന്റെ മോള് വേണ്ട. എന്റെ മോളിൽ കയറി. എന്തിന്? മറ്റേ കൊള്ളമുണ്ട്. ലൈറ്റ് കൊള്ളമുണ്ടാ.
തീരെ ഷോ ഒക്കെ ഫ്രണ്ട്സ്. പോയി ലൈറ്റ് വിട്ട് പിന്നെ കാണിക്കാൻ. വാ ഇനി ഇവിടെ ഇനി അപ്പുറത്തൂടെ നടക്കാം. ഇനി അപ്പുറത്ത് പോവാം. റോഡ് ക്രോസ് ചെയ്. വണ്ടി ഉണ്ട്, വണ്ടി പോയിട്ട് വേണം നമുക്ക് പോകാൻ. ആ വാ വാ. ഇനി ആ കുഞ്ഞു ആവരത്ത് മുണ്ടിൽ കുഞ്ഞു ആവയ്ക്ക് ഹായ് പറയാം. എന്ത് ചെയ്യാ ചെറുക്ക ഇങ്ങനെ ഹായ് പറ. പേര് തോന്നുന്നു ഫ്രണ്ട്സ്. ഇത് ഈ പാലത്ത് ഇപ്പോഴത്തെ സൈഡ് ഇതൊരു കോവിലാണ്. ആ കോവിൽ കഴിഞ്ഞ് ഇത് കാണുന്ന മൊത്തം വെള്ളമാണ് കേട്ടോ. മലയുടെ മുകളിലൊക്കെ ലൈറ്റ് ഇട്ടു. അവിടെയൊക്കെ വീടൊക്കെയാണ് അവിടെ കേട്ടോ. അല്ല അത് കാണുന്നില്ല, ലൈറ്റാണ്. ഇവിടെ താഴെ മൊത്തം വെള്ളം, ഇവിടെ പാലം. ഫ്രണ്ട്സ് ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് വെച്ചാൽ പണ്ട് ഇവിടെ ഉള്ളവരൊക്കെ ഈ പാലം ഇല്ലാണ്ട് വഞ്ചിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഗവൺമെൻറ് പാലം കെട്ടിക്കൊടുത്തത്. അപ്പോൾ ഈ നാട്ടുകാർക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. അതൊക്കെയാണ് ഇതിൻ്റെ ഹിസ്റ്ററി. എന്തായാലും അമ്പൂരി പാലം ഒരു വൈബാണ്. ഫാമിലിയായിട്ടൊക്കെ വന്ന് ഇരിക്കാനും ഐസ്ക്രീം കുടിക്കാനും നല്ല ഒരു വൈബ് ക്ലൈമറ്റാണ് അല്ലേ, തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. കുറേ ആൾക്കാരെ പരിചയപ്പെടാം. അപ്പോൾ ദിയ തന്നെ ഇപ്പോൾ കുറേ ഫ്രണ്ട്സ് പിള്ളേരെ സംസാരിപ്പിക്കാൻ പറ്റും അല്ലേ. ദിയെ സംസാരിച്ചാൽ ആ ചെറുക്കൻ ദിയങ്ങൾ നാണൊക്കെയാണ് അല്ലേ. പക്ഷെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നാണം മാറ്റിയപ്പോൾ ഇതാരും ആവണം. പയ്യമ്മ പാട്ടിരിക്കുന്നത്, പാട്ട് കാണിച്ചോളൂ. മാമൻ ചിരിക്കുന്നു ഞാൻ പാട്ട് പാടി. നിങ്ങളെ പാട്ട് ഇട്ടാണ് അയാളെ നമ്മൾ ഇറങ്ങി. നീ ഇരുന്നിട്ടും കാര്യമൊന്നുമില്ല, ഇരിക്കാൻ വേണം. ഇനി തിരിച്ചു പോകുമ്പോ അത് നല്ല വലിയ മെയിൻ റോഡ് നോക്കി നേരെ വീടെത്താം. തിരിച്ച് ഇനി ഊട് വരി പോകണ്ട. ഇനി ഏത് വരി പോകണം നോക്കി അവിടെ ബോർഡ് വെച്ചിരിക്കണം, വായിച്ചാണ്. എത്തിയാ